നിക്കടി. എവിടെ പോവുക? ഒന്ന് പുറത്തു വരെ പോകേണ്ട ആവശ്യമുണ്ട്. എങ്ങോട്ടും പോവണ്ട, പോയെടുത്തോളമൊക്കെ മതി. ഇനി ഇവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നാ മതി. ഞാനൊന്ന് പുറത്തു പോയിന്ന് വെച്ചാൽ എന്താ മുത്തശ്ശി കുഴപ്പം? കുഴപ്പമുണ്ട്. അതെ, നിന്നോട് വിസ്തരിക്കാനേ എനിക്ക് താല്പര്യമില്ല. ഇത്രയും കാലം ഇഷ്ടം പോലെ അഴിഞ്ഞാടി നടന്നില്ലേ, ഇനി അങ്ങനെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അഴിഞ്ഞാടി നടന്നോ? ഞാനോ? തോന്നുന്നത് പോലെ നടക്കുന്നതിനെ പിന്നെ എന്താ വിളിക്കാറ്? ഓ, നീ ചെല്ലുന്നിടത്ത് മുഴുവൻ പ്രശ്നങ്ങളാ. ദേ, നീ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ പരിഹരിക്കലല്ല ഈ വീട്ടിലുള്ളവരുടെ ജോലി. ഞങ്ങളുടെ സുതിമോന്റെ വിധവയാണെന്ന് സ്വയം അംഗീകരിച്ചവളല്ലേ നീ? അപ്പൊ ഇവിടെ ഉള്ളവർ പറയുന്നതും കൂടി കേൾക്കണം. എന്താ അമ്മേ? ഓ, എന്താ ഇവിടെ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല, നീ ഇതിൽ ഇടപെടണ്ട. അച്ഛൻ എനിക്കൊന്ന് പുറത്തു പോണായിരുന്നു. പൊക്കോ. അതിനെന്താ മോളെ? പോണ്ടെന്നാ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താ അമ്മേ? ദേവിക മോള് പ്രായപൂർത്തി വോട്ടവകാശമുള്ള ഒരാളാ. ദേവിക മോൾക്ക് ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. അത് തടയാൻ അമ്മയ്ക്ക് എന്നെ അവകാശം. എടാ, എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നൊക്കെ അറിയണ്ടേ നമ്മള്? എനിക്കറിയേണ്ട കാര്യമൊന്നുമില്ല. ആ, കാരണം എനിക്ക് എന്റെ മോളെ അത്രയ്ക്ക് വിശ്വാസമാണ്. ഓ, മോള് പോയിട്ട് വാ മോളെ. ഈ വീട്ടിൽ ഇതുവരെ മോളെ ആരും തടഞ്ഞിട്ടില്ലല്ലോ, ഇനി ആരും തടയത്തില്ല. നീ ഒറ്റ ഒരുത്തനാ ഇവളെങ്ങനെ വഷളാക്കുന്നത്. ആ അതെ, ഇതിനുള്ള ശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ നീ അനുഭവിക്കും. അമ്മയ്ക്ക് ദേവിക മോളെ ഇഷ്ടമല്ല, അതാ പ്രശ്നം. ഉം, അതുകൊണ്ടാ ദേവിക മോൾ എന്ത് ചെയ്താലും അമ്മ കുറ്റം കണ്ടുപിടിക്കുന്നത്. ഉം. ദേവിക മോളെ ഒന്ന് സ്നേഹിച്ച് നോക്കമ്മേ. അയ്യോ, അപ്പൊ അമ്മയ്ക്ക് മനസ്സിലാവും ഓ, അയ്യോ. ദേവിക മോളെ പോലെ നല്ല മനസ്സുള്ള കുട്ടി വേറെ ഇല്ലെന്ന്. ഹ, എടാ, ഇവളെ വാഴ്ത്തി പാടാനേ നീ വേറെ ആളെ നോക്കിയാ മതി. എന്നെ അതിന് പ്രതീക്ഷിക്കണ്ട. ഓ,